ദേവൂസ് എന്നുള്ള പേരിൽ നമുക്കൊരു ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട്. വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ചെയ്യുന്ന. മാത്രമല്ല ആക്ച്വലി ഒരു മാസത്തിൽ ഒരു 4-5 ബ്രൈഡൽ മേക്കപ്പ് സിമ്പിൾ ആയിട്ട് അവിടെ ഉണ്ടാവും. കസ്റ്റമൈസ്ഡ് ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് തന്നെ. സ്ഥലം ഒരു ചെറിയ ലൊക്കേഷൻ ആണെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവർ തേടിയിട്ട് വരാറുണ്ട്. അവർ ആക്ച്വലി ഇത്രയും സക്സസ്ഫുൾ ആവാനുള്ള പ്രധാനപ്പെട്ട കാരണം അവർ സെയിൽസിൽ ഉപയോഗിക്കുന്ന ചില സ്ട്രാറ്റജീസ് ആണ്. അതിൽ ഒരു 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് പോണേ. ഒന്നാമത്തെ കാര്യം, ആസ്ക് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്, നോട്ട് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ്. ഒരു കസ്റ്റമർ അവരെ വിളിക്കുമ്പോൾ ആദ്യം അവർ ചോദിക്കുന്ന ഒരു കാര്യം, ഒരു ബ്രൈഡ് ഒരു മേക്കപ്പ് ഉണ്ട്, എന്താണ് റേറ്റ്? ഇതാണ് അറിയേണ്ട കാര്യം. പക്ഷെ ഒരിക്കലും ആ റേറ്റ് ഓപ്പൺ ആയിട്ട് അവിടെ പറയല്ലേ ചെയ്യാം. എന്താ കാരണം? ആദ്യമേ തന്നെ ഈ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സും പറയല്ലേ ചെയ്യാം. ആദ്യം തന്നെ അവരുടെ പ്രോബ്ലംസ് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യും. അതായത് എന്നാണ് ഈ പറയുന്ന മാരേജ് വരുന്നത്, എന്ത് മേക്കപ്പാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്, എങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ഒരുപാട് മോഡൽസുകൾ ഉണ്ടാവും. അവർ ഏത് മോഡലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഹെയറിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സാരി ഡ്രാപ്പിങ്ങിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ അവരോട് ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്ലാൻ അവർ അവതരിപ്പിക്കുകയാണ് ചെയ്യുക. അതാണ് കസ്റ്റമർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കാര്യം. അവർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുകയാണ് ചെയ്യുക. ഇതേപോലെ നമുക്ക് വരുന്ന ഏത് കോളുകളും നമ്മുടെ ഒരുപാട് പ്രോഡക്റ്റ് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് ഏറ്റവും നല്ലത് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് അതിനൊരു സൊല്യൂഷൻ കൊടുക്കുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ഓഫർ 3 ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ മിനിമം ഒറ്റ ഓപ്ഷൻസ്, ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ഒരിക്കലും പറയാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഇപ്പൊ ആക്ച്വലി ഇവരെടുത്ത് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞാൽ എന്താണ് റേറ്റ് അല്ലെങ്കിൽ എന്താണ് ഓപ്ഷൻസ് ചോദിക്കുമ്പോൾ ഈ 25 ആണെങ്കിൽ ഇതാണെങ്കിൽ, 30 ആണെങ്കിൽ ഇതാണ്, 35 ഇതാണെങ്കിൽ ഇതാണ്. അങ്ങനെ 2-3 ഓപ്ഷൻസ് എപ്പോഴും നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റണം. അപ്പോഴാണ് കസ്റ്റമർക്ക് അതിനകത്ത് നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈ മൂന്നാമത്തെ കാര്യം, യൂസ് അർജൻസി ട്രിഗേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു അർജൻസി ഫീൽ ചെയ്യണം. അതിന് അവർ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഓക്കെ ഇത് സീസൺ ടൈമാണ്, ഒരുപാട് മുഹൂർത്തമുള്ള ടൈമാണ്, ഒരുപാട് ബുക്കിംഗ്സ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു എമൗണ്ട് അഡ്വാൻസ് അടച്ചുകൊണ്ട് അത് ബുക്ക് ചെയ്യാൻ വേണ്ടി അവർ പറയുകയും ചെയ്യും. അപ്പോൾ അതോടുകൂടി അത് ക്ലോസ് ആയി. ഈ രീതിയിലാണ് അവർ ക്ലോസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗിക്കാവുന്ന മെത്തേഡുകളാണ്. ഓക്കെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ പേര് പുതുതായിട്ട് ബിസിനസ്സിലേക്ക് എൻ്റർ ആവുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും പഠിക്കാനും ഒക്കെ താല്പര്യം ഉണ്ടാവും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർക്ക് ഇത് സക്സസ്ഫുൾ ആക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അതെല്ലാം പരിഹാരമായിട്ട് താഴത്തെ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.